ഒരു പ്രണയബന്ധവും സിറ്റുവേഷൻഷിപ്പും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിനും താല്പര്യമില്ല, ഒരു ബൗണ്ടറിക്കും താല്പര്യമില്ല, ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സിറ്റുവേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാം. അവിടെ ഒന്നിനും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അതൊരു ഇല്യൂഷൻ പോലെയാണ്. റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഇല്ലേ? ഇല്ല. നമുക്ക് ആ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് രണ്ട് പാർട്ട്നേഴ്സിനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അവിടെ ഒരു ചോദ്യങ്ങളോ പറച്ചിലുകളോ ഇല്ല. ഇത്തരം റിലേഷൻഷിപ്പുകളിൽ തുടക്കത്തിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പീരീഡ് കഴിയുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനിലോട്ടോ ബേൺ ഔട്ടിലോട്ടൊക്കെ പോവാം. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ കമ്മിറ്റ്മെൻറ്റിൽ വേണം എന്ന് നിർബന്ധിച്ചാൽ മറ്റേ പാർട്ട്ണറിന് ഇതിന് താല്പര്യമില്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സിറ്റുവേഷൻഷിപ്പിന് ഒരിക്കലും ഒരു ഫ്യൂച്ചർ ഇല്ല എന്നത് തന്നെയാണ് സത്യം. അവിടെ ഇമോഷണൽ ഇൻറ്റിമസിയേക്കാൾ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനേക്കാൾ കൂടുതലും ഫിസിക്കൽ ഇൻറ്റിമസിക്ക് ആയിരിക്കാം പ്രാധാന്യം എടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷനാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അതില്ലാണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് കാലക്രമേണ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും.